കരുവന്നൂർ കള്ളപ്പണമിടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് ഇഡി. ഈ മാസം അവസാനത്തോടെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുവാനാണ് ഇഡിയുടെ നീക്കം. ഉന്നത നേതാക്കളടക്കം ഒരു ഡസനിലേറെ CPM നേതാക്കൾ കേസിൽ പ്രതികളാകുമെന്നാണ് സൂചന. CPM സംസ്ഥാന സമിതി അംഗങ്ങളായ AC മൊയ്തീൻ, MK കണ്ണൻ, MM വർഗീസ് എന്നിവരെ പല ഘട്ടങ്ങളിൽ ഇഡി ചോദ്യം ചെയ്തിരുന്നു. സ്ഥാപനങ്ങളും വ്യക്തികളും അടക്കം 56 പേരാണ് ആദ്യ കുറ്റപത്രത്തിലെ പ്രതികൾ. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കെ രാധാകൃഷ്ണനെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് ഇഡി എത്തിയത്. ബാങ്കിൽ നടന്ന ക്രമക്കേടുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്ന് രാധാകൃഷ്ണൻ മൊഴി നൽകി. കരുവന്നൂർ ബാങ്കിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അക്കൗണ്ടില്ലെന്നും രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ശേഷം വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്ന കാലയളവിൽ CPM ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ. കരുവന്നൂരിൽ നിന്ന് അനധികൃത ലോണിലൂടെ തട്ടിയെടുത്ത പണത്തിന്റെ വിഹിതം CPM പാർട്ടി അക്കൗണ്ടിലെത്തിയതായി ഇഡി കണ്ടെത്തിയിരുന്നു. CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അനധികൃത ലോണുകൾ അനുവദിച്ചതെന്ന് ഇഡിക്ക് മൊഴിയും ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് രാധാകൃഷ്ണനെ ഇഡി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രാധാകൃഷ്ണൻ സ്വത്ത് സംബന്ധിച്ച വിവരങ്ങളടക്കം ഇഡിക്ക് കൈമാറിയിരുന്നു. അതായത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നോട് ചോദിച്ചതിന് എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ ഇടപാടൊന്നും ചോദിച്ചിട്ടില്ല. പാർട്ടിക്ക് യാതൊരു ഇടപാടില്ലല്ലോ. ഈ ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും CPM ജില്ലാ കമ്മിറ്റിക്കില്ല. അത് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല, വരാമല്ലോ, നമുക്ക് വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നേരത്തെ കൊടുത്തല്ലോ. ഇപ്പോൾ ഒന്നും ചോദിച്ചില്ല. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും, എനിക്കുള്ള ഭൂമി, എനിക്കുള്ള അക്കൗണ്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുത്തു. നിങ്ങൾ പറയുന്ന പോലെ കരുവന്നൂർ കളവ് കേസിൽ ഞാൻ പ്രതി എന്നുള്ള രീതിയിലാണ് നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ല, ജസ്റ്റ് ഞാനൊരു ആ കാലത്ത് ഈ പീരീഡിൽ സെക്രട്ടറി ആയിട്ട് 2.5 വർഷത്തിൽ താഴെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി അറിയാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചതെന്നാണ് അവർ പറഞ്ഞത്. ഇല്ല, അവിടെ പാർട്ടി DC ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ടില്ല. അതാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂർ ബാങ്കിൽ ഒരു അക്കൗണ്ടും ഇല്ല, ജില്ലാ കമ്മിറ്റിക്ക്. ഓക്കെ, മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. അതുണ്ടാവും ചിലപ്പോൾ, പല കമ്മിറ്റികൾക്കും പല. ഇല്ല, നമുക്കറിയില്ല. നമ്മൾ ഒന്നും ഇടപെട്ടിട്ടില്ല. ഞാനൊന്നും ഇടപെട്ടില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല ഞാൻ ഇടപെട്ടായിട്ടില്ല. എന്താ പറഞ്ഞത്? ഇത് ചോദ്യം ചോദിക്കലും അങ്ങനെയുള്ളതല്ല. ചോദ്യം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഉത്തരം പറയാൻ നമുക്ക് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ച് നോക്കണം. സ്റ്റേറ്റ്മെൻറ്റ് പലരും കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതെല്ലാം വായിക്കണം, അത് മനസ്സിലാക്കണം, അതിന് റിപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയം എടുക്കുന്നത്. ഈ 6 മണിക്കൂർ 7 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പുറത്തേക്ക് കേൾക്കുമ്പോൾ എന്താ അറിയോ, പോലീസ് മുറയിൽ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്.